Good afternoon. Okay, Good afternoon, ma'am. Okay, Shani, good afternoon, ma'am. Okay. Good afternoon, ma'am. Okay, good afternoon, Petra. Madeline, Farsana, good afternoon. ഇന്ന് ജോബ് സാറാണെന്ന് വിചാരിച്ചോ? ഇന്നത്തെ സാറിന്റെ അവരെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഓക്കെ ശാലിനി, ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻഫർമേഷൻ നോർമലി തേഴ്സ്ഡേ മിസ്സിന് ഒരു അവർ ഉള്ളതല്ലേ? ഉണ്ട്. പക്ഷെ ഇന്ന് ജോബ് സാറിന്റെ അവർ ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂറിൽ ഞാൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ പോർഷൻസ് ഒന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, അല്ല ഫുള്ളല്ല എങ്കിലും ഒന്ന് സേഫിലേക്ക് ആക്കാം, സേഫ് സോണിലേക്ക് ആക്കാന്ന് ഓർത്തുകൊണ്ട് കയറിയതാണ് കേട്ടോ. ഓക്കെ മിസ്, ഞങ്ങൾക്ക് മൊഡ്യൂൾ 1 മാർക്കറ്റിംഗ് ആരെടുക്കണമെന്ന് ഇതുവരെയും പറഞ്ഞില്ല. മൊഡ്യൂൾ 3 സോറി, മൊഡ്യൂൾ 3 മാർക്കറ്റിംഗ് ആരാണെന്നോ? കാരണം ഇപ്പൊ എല്ലാവരും അതിൽ കഴിഞ്ഞു. ഇനി ഓഡിറ്റ് ബിനു മിസ്സും കൂടെ എടുക്കാനുള്ളൂ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ആ ചാപ്റ്റർ ആ മൊഡ്യൂൾ തീർത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ മാർക്കറ്റിംഗ് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. മൊഡ്യൂൾ 3 ആണ്. ഫസ്റ്റാന ചാപ്റ്റർ 9 അല്ലേ? 9ാമത്തെ ചാപ്റ്റർ അല്ലേ മാർക്കറ്റിംഗ്? ഒരു സെക്കൻഡ് ഇപ്പൊ പറയാട്ടോ. അതെ മിസ്, അതെ 9ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, അത് മില്ലു മിസ് എടുക്കും കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? ചാപ്റ്റേഴ്സുകൾ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അറിയില്ല എങ്കിലും ഞാൻ പറയാണ്, ആരെങ്കിലും നമ്മള് കുറെ ബാച്ചസ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് എടുക്കാനുള്ളത് മെഡിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് വരുന്നത്. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു HMS ഉണ്ട് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, പിന്നെ ബേസിക് ഉണ്ട് അല്ലെ, കമ്പ്യൂട്ടറിന്റെ ബേസിക് ഉണ്ട്, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടാവും പെൻഡിങ്? ഇനി ഓഡിറ്റിംഗ് ഉണ്ട്, അത് മില്ലു മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുമെന്നാ പറഞ്ഞേക്കുന്നത്. ബാക്കി എന്റെ ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സും പിന്നെ എന്താണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് കേട്ടോ. ഓക്കെ, അതോടുകൂടി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവും. നമ്മള് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു മെയ് ഒരു 21st 22nd ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് സമയമുണ്ട്. എന്നാലും ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും മുടക്കമൊക്കെ വരികയാണെങ്കിൽ പെൻഡിങ് വരരുതല്ലോ, പിന്നെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടൊക്കെ വരികയാണെങ്കിൽ, അതുകൊണ്ടാണ് ഇന്ന് ജോബ് സാറിന്റെ ക്ലാസ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പോർഷൻസ് ഒക്കെ തീരാതെ വരുമ്പോ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, നമ്മളെ അവറുകൾ എടുക്കാറുണ്ട്.
അതിന്റെ ഭാഗമായിട്ടാണ്. എന്നാലും 3 മണി വരെ ഇത് ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ബോറടിപ്പിക്കുന്നില്ല. ഊണൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? ഫുഡൊക്കെ കഴിഞ്ഞോ? ഓക്കെ. ഇല്ല, തൻസി ഫുഡ് കഴിച്ചിട്ടില്ല. തൻസിക്ക് സമയമായിട്ടില്ല അല്ലെ കഴിക്കാൻ? ഓക്കെ, കഴിക്കണം. എനിക്കും സമയമില്ല, ഞാനും കഴിച്ചിട്ടില്ല. എപ്പോഴാ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കണേ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ക്ലാസ് കഴിയുമ്പോൾ സമയം എടുക്കൂലേ? ഇടയ്ക്ക് പോയി കഴിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നും ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയാൻ 3:30 ആകുമ്പോഴാണോ അപ്പൊ ഫുഡ് കഴിക്കണേ? എന്നും അതെ. അത് ഇത്രയും നേരം കഴിക്കുമല്ലോ. അപ്പൊ രാവിലെ എപ്പോഴാ ഫുഡ് കഴിക്കണേ? നേരം വൈകിട്ടാണോ? പോയി കേക്കോ. രാവിലെ ഒരു 10 മണി ഒക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഓക്കെ, അത് കുറച്ച് കാര്യമായിട്ട് കഴിക്കും ഫർസാന അല്ലെ? ഞാനോ എങ്ങനെ കേട്ടില്ല? കാര്യമായിട്ട് കഴിക്കാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ്? ഇല്ല. അങ്ങനെ എങ്ങനെ കഴിക്കണം ഒരു മനുഷ്യൻ? നോ, നെവർ. ഞാൻ ഒരു ഫുഡ് കഴിക്കാതെ ഇങ്ങനെ നടക്കും, കഴിക്കാതെ നടക്കും. ലാസ്റ്റ് ഗ്യാസ് കയറി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാറുണ്ട്. ശരി. അല്ല, ഇത്ര നേരം വൈകിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, പ്രത്യേകിച്ച് 2 മണി കഴിയാതെ ഭക്ഷണം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത പണ്ടേ എങ്ങനെയാണോ? പണ്ടേ ഇങ്ങനെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല. ലഞ്ച് 2 മണി 2:30 ആവണം ലഞ്ച് കഴിക്കണമെങ്കിൽ. അതിപ്പോ 1 മണിക്കൂർ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു ക്ലാസ് പ്രമാണിച്ച്. ശരി, ഓക്കെ. തനിച്ച് അങ്ങനെ തന്നെയാണെന്ന് പറയുന്നു. ശരി, സമയത്തിന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു റുട്ടീനിലോട്ട് മാറാനായിട്ട് നോക്കണേ. പ്രശ്നങ്ങൾ വരും. നന്നാവണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല, അത്രേ ഉള്ളൂ. അത് നന്നാവണമെന്ന് വിചാരിക്കുമ്പോ നടക്കാതെ? ശ്രമിക്കില്ല, വിചാരിക്കല് മാത്രമേ ഉള്ളൂ. വിചാരിക്കല് മാത്രമേ ഉള്ളൂ അല്ലെ? ചെയ്യാറില്ല. ചെയ്യാറില്ല. എന്താണ് തനിച്ച് പിള്ളേരൊക്കെ ആയതിനു ശേഷം കഴിക്കൽ നടക്കൂല അല്ലേ? ടൈമിന് കഴിക്കാനൊന്നും പറ്റില്ല മിസ്സേ. അവർക്കൊക്കെ കൊടുത്ത് 3:30 ആകുമ്പോ മെല്ലനെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ ഒരു വയറ്റിലൊക്കെ പിടിച്ച പോലെ ഒരു ഫീൽ ആവുള്ളൂ. അല്ലെങ്കിൽ വായിൽ കുത്തി നിറച്ച് തിന്നേണ്ടി വരും. അതിന് നല്ലത് 3:30 കഴിച്ച ശേഷം തിന്നുന്നതാ. പക്ഷെ ചെറിയ കുട്ടികളാണോ തനിച്ചിടെ? കുഞ്ഞു കുട്ടികളാണോ? മിസ്സേ ചെറുതാ. ഒരാള് 5 years, ഒരാൾ വന്നിട്ട് 2 years. ഓക്കെ പ്രസീത, ഗുഡ് ആഫ്റ്റർനൂൺ. സാനിയ, പിള്ളേര് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് തന്നെ കഴിക്കാനാകുമ്പോ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കുറച്ച് നമുക്ക് സമയത്ത് കിട്ടും. അങ്ങനെ ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാണ്ട് ഇടയ്ക്ക് നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ആശ, ഗുഡ് ആഫ്റ്റർനൂൺ. ആശ സൂര്യയുടെ ഫാനാണ് അല്ലേ? സൂര്യയുടെ ഫാൻ അല്ലേ ആശ? അതെ അതെ. കണ്ടു. സൂര്യയുടെ കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ വന്നു? അത് മിസ്സേ ഞാൻ കോളേജ് ടൈം തൊട്ടിട്ട് അസോസിയേഷനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ചാരിറ്റി, സൂര്യ ഫാൻസ് അസോസിയേഷന്റെ ചാരിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ട്രഷറാ. അങ്ങനെ 2-3 വട്ടം ചാൻസ് കിട്ടിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രഗ്നന്റ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞ് അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു. അവസാനം ഒരു വട്ടം ചാൻസ് കിട്ടിയപ്പോ പോയി കണ്ട് ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് ഒന്നും കൂടെ പോയി, അടുത്തൊരു അവസരം കിട്ടിയപ്പോ ഒന്നും കൂടെ പോയി, അങ്ങനെ എടുക്കാൻ പറ്റി. അത് ശരി. ആരാണ് പറഞ്ഞത് ഉള്ളതാണ്? തക്സിയാണ് കൊല്ലത്തുനിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് 2 പേർക്കേ പറ്റുള്ളായിരുന്നു. എനിക്കും വേറൊരു വർഷ എന്ന് പറഞ്ഞൊരു കൊച്ചിനും. ഭയങ്കര ഭാഗ്യാണത്. എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടം. സൂര്യനെ ആർക്കാണ് മിസ്സേ ഇഷ്ടമല്ലാത്തത്? ശരിയാണ്, വേറൊരു സത്യം. അങ്ങോട്ട് നല്ലതല്ലേ? ആക്ടർ എന്നുള്ള രീതിയിൽ നല്ലതാണ്. എസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ സൂര്യ അടിപൊളിയല്ലേ? ഇഷ്ടമാണ്.
ഫാൻസ് അസോസിയേഷനിലല്ലേ ഞങ്ങൾക്കും ഇഷ്ടമൊക്കെ തന്നെയാ. ഞങ്ങൾ ഓക്കെ, എന്താണ് ഷാനി പറഞ്ഞത്? ആകാശത്തിലെ സൂര്യനാണ് പ്രതാപം. അതിന് കൊള്ളാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ട് റീൽസ് ഒക്കെ, എല്ലാവരുടെയും കാണാറുണ്ട് കേട്ടോ. എല്ലാവരുടെ റീൽസ് അല്ല, ഫോട്ടോസും എല്ലാം കാണാറുണ്ട്. ഓക്കെ, പിന്നെ മിസ്സിന്റെ പാട്ട് ഈ ഇടയ്ക്ക് സ്റ്റോറി ഇട്ട അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കേക്ക്. ആണോ? ഓക്കെ, താങ്ക് യു. താങ്ക്സ്. മാം എന്താണ് ഷാനി പറയണത്? ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവണം സൗണ്ട്. ടൈപ്പ് ചെയ്തോളൂ, അപ്പൊ വായിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞു നിർത്തിയത് ഹോൾട്ടർ മോണിറ്റർ വരെയാണ് കേട്ടോ പറഞ്ഞു നിർത്തിയത്. ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. ഓക്കെ, ഹോൾട്ടർ മോണിറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ECG തന്നെയാണ്, പക്ഷെ എന്താണ് 24 hours to 48 hours വരെ തുടർച്ചയായിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്താണ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താണ് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. പോർട്ടബിൾ എന്ന് വെച്ചാൽ ഈസി ആണ്, നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോക്കറ്റിലോ കഴുത്തിൽ ബെൽറ്റിലൊക്കെ ഇങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊരു വായിച്ചല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കാർഡിയാക് ടേബിൾ കേട്ടോ. ഇങ്ങനെയുള്ള ടേബിളുകൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? കാർഡിയാക് ടേബിൾ. ഓക്കെ, കാർഡിയാക് ടേബിൾ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ? എന്തിനു ഉപയോഗിക്കുന്ന ടേബിൾ ആണ്? ഇറ്റ് ഈസ് എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് നമ്മള് രോഗികളെ ആശുപത്രിയിൽ ചികിത്സിക്കുന്ന സമയത്ത്, അതായത് ചികിത്സയിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ടേബിൾ ആണ് ശരിക്കും. ഇതൊരു മേശയാണെന്ത് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ടേബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു വശത്തെ കാലുകൾ നമുക്ക് ആ കട്ടിലിന്റെ അടിയിലോട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റും. അതായത് ഈ പേഷ്യന്റ് കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ, ഓക്കെ, ആ ബെഡിന്റെ അടിയിലോട്ട് ആ കട്ടിലിന്റെ അടിയിലോട്ട് നമുക്ക് ഈ ഒരു ടേബിളിന്റെ ഒരു വശത്തെ കാലുകൾ നമുക്ക് ആ കട്ടിലിന്റെ അടിയിലോട്ട് നമുക്ക് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പേഷ്യൻസിന് ഭക്ഷണം കഴിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അവർക്ക് ഈ ഒരു ടേബിള് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇനി ഈ ടേബിളിൽ ഇങ്ങനെ പില്ലോ വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന പേഷ്യൻസിന് അവർക്ക് മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും ഈ ടേബിളിൽ. കാര്യം ഇതിങ്ങനെ എന്താ പറയാ കട്ടിലുണ്ടല്ലോ, പേഷ്യന്റിന്റെ കട്ടിലിന്റെ അടിയിലോട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്ത് വിടാൻ പറ്റും. അപ്പൊ അവിടെ ഒരു പില്ലോ, ഈ ടേബിളിൽ പില്ലോ വെക്കുകയാണെങ്കിൽ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മുന്നോട്ട് ആദ്യം വിശ്രമിക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ പ്രധാനമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്മ പേഷ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ അവർക്ക് ചിലപ്പോ എന്തുണ്ടാവും, നിവർന്ന് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് ചാഞ്ഞിരുന്ന് വിശ്രമിക്കാനായിട്ട് ഈ ഒരു ടേബിള് വളരെയധികം ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കാർഡിയാക് ടേബിൾ എന്ന് പറയാൻ റീസൺ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കാർഡിയാക് പേഷ്യൻസിനൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത്, കാർഡിയാക് ടേബിൾ. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ് കേട്ടോ. രോഗികൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ബെഡ് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ്. The patients can incline forward and take the rest. കേട്ടോ. ഈ ഒരു ടേബിള് മനസ്സിലായല്ലോ? ഈ ടേബിളിൽ ഒരു പില്ലോ വെക്കുകയാണെങ്കിൽ പേഷ്യൻസിന് മുന്നോട്ട് ഇങ്ങനെ
ആഞ്ഞിരുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കും. ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് കേട്ടോ. അല്ലാതെ അവർക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ എഴുതാനും വായിക്കാനും മറ്റൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ആൻഡ് യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ കേട്ടോ. ശ്വാസം മുട്ടലൊക്കെയുള്ള കാർഡിയാക് ഇഷ്യൂസ് ഒക്കെയുള്ള പേഷ്യൻസിനാണ് പ്രധാനമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ അത് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് EMG അഥവാ ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയും കേട്ടോ. എന്താണ് ഇലക്ട്രോ മയോഗ്രഫി? മയോ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? മസിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. മയോകാർഡിയം, മയോ മീൻസ് മസിൽസ് ആണ് അല്ലെ? അതെ, മസിലുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഉദ്ദേശിച്ചതിന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേശികളുണ്ടല്ലോ, ദാറ്റ് മീൻസ് മസിൽസ് കേട്ടോ. നമ്മുടെ മസിലുകളുടെ ആ ഒരു പ്രവർത്തനക്ഷമതയും അതിനെ നിയന്ത്രിക്കുന്ന നാഡികള്, നർവകളുടെയൊക്കെ ആരോഗ്യം പരിശോധിക്കുന്ന ഒരു എന്താണ് രീതി, ഒരു ടെസ്റ്റ് ആണ് എന്ത് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മസിലുകളുടെ പ്രവർത്തനക്ഷമതയും അതിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ നാഡികളുണ്ടല്ലോ, നെർവുകള് ഒക്കെ, നെർവുകളുടെയൊക്കെ ആ ഒരു ആരോഗ്യവും പരിശോധിക്കുന്ന ഒരു രീതിയാണ് എന്ത് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ നെർവുകളിൽ നിന്ന് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴാണ്, സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പേശികള് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് അളക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അത് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രോ മയോഗ്രഫി. നമ്മൾ ECG പഠിച്ചത്. ECG എന്താണ്? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ECG അല്ലെ? ഈ EG എന്തായിരുന്നു? ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് EMG. EMG എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസിലുകളെയും മസിലുകളെ നിയന്ത്രിക്കുന്ന നെർവുകളുടെയും ഹെൽത്തിനെ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മീൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കത് വായിക്കാം. മ്യൂട്ട് ചെയ്ത് വെക്കണേ, ഞാനിവിടെ നിന്ന് മ്യൂട്ട് ചെയ്യാം. Electromyography muscle response or electrical function in response to a nerve stimulation of the muscle. അതായത് നമ്മുടെ നെർവുകള് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ, നെർവുകള് ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പേശികൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. അതിന് ഈ ഒരു നെർവ് സ്റ്റിമുലേഷൻ വരുമ്പോൾ, ഒരു നെർവുകളിൽ നിന്നും സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മസിലുകളെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാൻ, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. The test is used to help find neuromuscular deformity in the course of the test കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നെർവ് സംബന്ധമായിട്ടുള്ള, മസിൽ സംബന്ധമായിട്ടുള്ള തകരാറുകള്, പ്രശ്നങ്ങള് അതെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ മസിലിന്റെയും പ്രവർത്തനക്ഷമത അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുപോലെ അതിനെ നിയന്ത്രിക്കുന്ന നെർവുകളുടെ ആരോഗ്യം നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, കൈകാലതരിപ്പ്, പേശികൾക്ക് ബലക്ഷയം വരിക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ വരില്ലേ, അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. ഇലക്ട്രോ മയോഗ്രഫി ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് വൺ ഓർ മോർ സ്മോൾ നീഡിൽസ് ആൾസോ കോൾഡ് ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ത്രൂ സ്കിൻ ടു ദ മസിൽ കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ നീഡിൽ ലൈക്ക് ഇലക്ട്രോഡ്സ് ആണ്. നീഡിലെ പോലെ സൂചി പോലെ ഇരിക്കുന്ന ഇലക്ട്രോഡുകളാണ്. അത് നമ്മുടെ സ്കിന്നിലൂടെ നമ്മൾ നേരിട്ട് മസിലിലോട്ട് കണക്ട് ചെയ്യുന്നത് വഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണേന്നാണ് പറഞ്ഞത്. നീഡിൽ ലൈക്ക് ഇലക്ട്രോഡാണ്, നീഡില് പോലെ ഇരിക്കുന്ന ഇലക്ട്രോഡാണ് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിലൂടെ കയറ്റിയിട്ട് മസിലോട്ട് നേരിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആണ്, മനസ്സിലായല്ലോ. ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മുടെ മസിലുകളെയും മസിലുകളെ നിയന്ത്രിക്കുന്ന നെർവുകളുടെയും ആരോഗ്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രോ മയോഗ്രഫി. ഇതിലൂടെ നമുക്ക് നെർവിന്റെയും അതുപോലെ തന്നെ മസിൽസിന്റെയും
ആ ഒരു പോരായ്മകൾ ഡിഫോമിറ്റി അത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നീഡിൽ പോലെയുള്ള ഇലക്ട്രോഡ്സുകൾ സ്കിന്നിലൂടെ മസിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിശോധന നടത്തുന്നത്. വളർന്നു പോകരുത് EMG. ഓക്കെ, നമുക്ക് അത്ര ഫെമിലിയർ അല്ലാണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അടുത്താണ് എന്ത് എയർവേ. എയർവേ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റെതസ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. അതല്ല ബാക്കി കാണുന്ന ട്യൂബ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അതാണ് എയർവേ എന്ന് പറയുന്നത് കേട്ടോ. എയർവേ അഥവാ വേറൊരു പേരും കൂടെ അതിനെ പറയും, അതും നോട്ട് ചെയ്തിരിക്കാം, അഡ്ജന്റ് കേട്ടോ. ഇതാണ് അഡ്ജന്റ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ശ്വസന തടസ്സം ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സർജറി മറ്റൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ശ്വസന തടസ്സമുള്ള രോഗികള്, പിന്നെ ബോധക്ഷയം വരുന്ന രോഗികള്, ബോധക്ഷയം വന്നിട്ടുള്ള രോഗികള്, അങ്ങനെയുള്ളവരിലൊക്കെ അവരുടെ ആ ഒരു ശ്വാസനാളം തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് എന്ത് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സർജറിയുടെ ഒക്കെ സമയത്ത് ചെയ്യുന്ന സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക. അപ്പൊ രോഗി അബോധാവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ഇപ്പോ ശ്വാസതടസ്സമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എയർവേ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, മെഡിക്കൽ ഡിവൈസ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാണ്ട് it is a medical device called airway or adjunct. It is used to sustain or open a patient's airway. കണ്ടോ, അതായത് ഒരു രോഗിയുടെ ശ്വാസനാളം എപ്പോഴും ഓപ്പൺ ആക്കി നിർത്താൻ, തുറന്നിരിക്കുന്നതിന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ് ഫ്രം ദ റാപ്പിംഗ് എപ്പിഗ്ലോട്ടിസ് which would prevent the person from breathing. അവിടെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ പേര് കാണും. ആരാണത്? എപ്പിഗ്ലോട്ടിസ് അല്ലെ. എന്താണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പിഗ്ലോട്ടിസ്? അതായത് നമ്മുടെ തൊണ്ടയുണ്ടല്ലോ, നമ്മുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന ഒരു ഇലയുടെ ഷേപ്പാണ് കേട്ടോ. ഒരു ലീഫ് ഉണ്ടല്ലോ, ഒരു ഇലയുടെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു കാർട്ടിലേജ് ആണ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ ഒരു തരുണാസ്ഥി. അതെ, തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ലെയർ ആണ് എന്ത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന ഒരു ഇലയുടെ ഷേപ്പാണ് കേട്ടോ. ഒരു ഇലയുടെ ആകൃതിയിലുള്ള ഒരു തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ളൊരു ലെയർ ആണ് എന്ത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ എന്താണ് ശ്വാസനാളത്തിന് അടച്ചു വെക്കുന്ന ഒരു വാതില് പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. അതായത് നമ്മുടെ ശ്വാസനാളവും നമ്മുടെ അന്നനാളവും ഒക്കെ ഏകദേശം തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഒന്നും ഇവിടേക്ക് പോകരുത്, ശ്വാസനാളത്തിലോട്ട് പോകരുത് അല്ലെ. അത് കറക്റ്റ് ആയിട്ട് അന്നനാളത്തിലേക്ക് പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയാ ശ്വാസനാളത്തിന്റെ അവിടെ ഒരു അടപ്പ് പോലെ അതിങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ അതിങ്ങനെ അടഞ്ഞിരിക്കും. എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ ശ്വാസനാളം അടച്ചു വെക്കും. ഓക്കെ, അപ്പൊ അടച്ചു വെക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് പോകില്ല, ശ്വാസനാളത്തിലോട്ട് പോകില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത്, ചിരിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചും ചിരിച്ചൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് കറക്റ്റ് ആയിട്ട് അടഞ്ഞിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറിയാതെ എവിടെ പോകും, നമ്മുടെ ശ്വാസനാളത്തിലോട്ടൊക്കെ പോകും. അപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാനും ചിരിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ശ്വാസനാളത്തിലോട്ട് കടക്കാതെ അതിനെ നമ്മളൊരു വാതില് പോലെ, അതായത് അത് ശ്വാസനാളത്തെ അടച്ച് ആ സമയത്ത് അടച്ച് ഒരു വാതില് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ സാധാരണ നമ്മള് ഇപ്പോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ അബോധാവസ്ഥയിലാവുകയാണ്. എങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ നാവുണ്ടല്ലോ, നമ്മുടെ നാവ് പിറകിലോട്ട് ഇറങ്ങി പോയിട്ട് ചിലപ്പോ എന്ത് ചെയ്യുന്ന അറിയോ, ഈ എപ്പിഗ്ലോട്ടിസിനെ പോയി കവർ ചെയ്യും. അപ്പൊ എപ്പിഗ്ലോട്ടിസ് ആണ് നമ്മുടെ ശ്വാസനാളത്തിനെ ആ ഒരു കൺട്രോൾ ചെയ്യുന്നത്. മീൻസ് അതിന്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ നാവ് പിറകിലോട്ട് ഇറങ്ങി പോയിട്ട് എപ്പിഗ്ലോട്ടിസിനെ പോയി കവർ ചെയ്യും. എന്ത് സംഭവിക്കുന്ന അറിയില്ല. അപ്പം അദ്ദേഹം അതിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ശ്വാസം എന്താ പറയുക ശ്വാസതടസ്സം അനുഭവപ്പെടും.
ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എയർവേ. അപ്പൊ അങ്ങനെ എയർവേ കടത്തി ഇടുവാണെങ്കിൽ ഇത് എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പൊ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ വേറെ ശ്വാസ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ്. അതായത് ഇറ്റ് മീൻസ് നമ്മുടെ എയർവേ ഉണ്ടല്ലോ, ആ ഒരു മെഡിക്കൽ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാവ് പലപ്പോട്ട് ഇറങ്ങി പോയിട്ട് നമ്മുടെ ശ്വാസനാളത്തിനെ അടയ്ക്കുന്ന രീതിയിൽ അത് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ടാണ് ഈ എയർവേ എന്ന് പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. വിച്ച് കുഡ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും തമ്മിൽ പരസ്പരം വേർതിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലോട്ട് പോകാതെ നേരെ അന്നനാളത്തിലോട്ട് പോകാനും ആയിട്ടുള്ള ഒരു കരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള നമ്മുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന ഒരു ലെയറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ശ്വാസതടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ മിക്കവാറും എല്ലാ സർജറിയിലും കാര്യങ്ങളും അനസ്തേഷ്യ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ബോധം അറിയുന്നതിനോടൊപ്പം തന്നെ ഈ ട്യൂബ് നമ്മുടെ വായിലൂടെ അങ്ങ് കയറ്റും. എന്ന് പറയുന്നത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? അഡ്ജന്റ് എന്നും പറയും കേട്ടോ. അങ്ങനെ പറയാം, അഡ്ജന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മൂന്നെണ്ണം മനസ്സിലായില്ലേ? കാർഡിയക് കേബിള്, അതുപോലെ EMG, പിന്നെ നമ്മുടെ എയർവേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് PFT. PFT എന്താണ്? പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. എല്ലാവർക്കും അറിയാലോ പൾമണറി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അതെ, അതായത് നമ്മുടെ ശ്വാസകോശം എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അളക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കൂട്ടം പരിശോധനകളെയാണ് നമ്മൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. PFT ടെസ്റ്റ് കേട്ടോ. PFT, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, ആർ a collection of tests that measure how ably your lungs work. അല്ലെ, നമ്മുടെ ശ്വാസകോശം എത്രത്തോളം പ്രവർത്തനക്ഷമമാണ് എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കൂട്ടം പരിശോധനകളെയാണ് നമ്മൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിന് എത്രത്തോളം വായു ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്ര വേഗത്തിൽ അതിന് പുറത്തേക്ക് വായു പുറന്തള്ളാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിന് നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്രത്തോളം ക്യാരി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില പരിശോധനകളെയാണ് കേട്ടോ. അതിനെ നമ്മൾ കളക്റ്റീവ് എന്ത് പറയുന്നു? PFT എന്നാണ് പറയുന്നത് കേട്ടോ. This contains how well you are capable of breathing and how effective your lungs are able to bring the oxygen to the rest of your body. Okay, ഇതാണ് എന്ത്? PFT. നമുക്ക് ഈ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരില്ലേ, അലർജിക്കൊക്കെ ആയിട്ട് ശ്വാസം മുട്ടും ഒക്കെ വരില്ലേ, ആസ്മയ്ക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ മിക്കപ്പോഴും ഡോക്ടർ ചെയ്യിക്കാറുണ്ട് അല്ലെ. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഊന്നിച്ചൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിന്റെ ആ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും അതൊക്കെ നമുക്ക് അതിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? PFT are a collection of tests that measure how ably your lungs work. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ആളാണ് എന്ത്? യൂറോഫ്ലോമീറ്റർ കേട്ടോ. എന്താണ് യൂറോഫ്ലോമീറ്റർ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അതായത് നമ്മൾ യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്രത്തിന്റെ ആ ഒരു എന്താ പറയുക ഒഴുക്കിന്റെ ആ ഒരു ശക്തി, വേഗത ഇതൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്ത്? യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. യൂറോഫ്ലോമീറ്റർ. ഓക്കെ, അപ്പൊ നോക്കുക, അത് യൂറോഫ്ലോമീറ്റർ എന്ന് വെച്ചാൽ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന പരിശോധനയാണ് എന്ത്? യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. അത് നമുക്ക് അത്ര പരിചയമുള്ളതല്ല, അപ്പൊ പഠിച്ചു വെക്കണം. യൂറോഫ്ലോമെട്രി ഇസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ഒഴുക്ക്, അതിന്റെ വേഗത, അതിന്റെ ആ ഒരു ഒഴുക്കിന്റെ ശക്തിയും വേഗതയൊക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രോഗനിർണയ പരിശോധനയാണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. ഉപകരണത്തിന് നമ്മൾ യൂറോഫ്ലോമീറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് യൂറിൻ ഫ്ലോ is calculated electronically and evaluated how well the urinary tract works. കേട്ടോ, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മൂത്രത്തിന്റെ ഒഴുക്കും വേഗതയും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്കലി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അളക്കുന്നു. ഈ ഒരു ഉപകരണം വഴി ഇലക്ട്രോണിക്കലി അത് മെഷർ ചെയ്യുകയും
അതിലൂടെ നമുക്ക് നമ്മുടെ യൂറിനറി ട്രാക്ട് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു വാലിഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. ഉപകരണത്തിന്റെ പേര് യൂറോഫ്ലോമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യൂറോഫ്ലോമെട്രി മനസ്സിലായില്ലേ? എളുപ്പമാണ്. അടുത്തതാണ് എന്ത്? ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഇതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈ എന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാലോ എന്താണ്, നമുക്ക് രണ്ട് കണ്ണുകളും ഉപയോഗിച്ച് ഒരേ സമയം നോക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മൈക്രോസ്കോപ്പ് ആണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സാധാരണ സ്കൂളിലത്തെ ലാബുകളിൽ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു നമുക്ക് ഒരു കണ്ണടച്ചു വെച്ചാണ് നോക്കാം അല്ലെ. ഇതാവുമ്പോ എന്താണ്, ബൈനോക്കുലർ ആണ്. ബൈനോക്കുലർ എന്ന് വെച്ചാൽ രണ്ട് കണ്ണുകൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഒരേ സമയം രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് പറയുന്നത്. നോക്കിയേ, എന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. The base is the support mechanism. കണ്ടോ, അതാണ് അതിന്റെ ബേസ്. കണ്ടോ, the base is the support mechanism. ഈ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ടും ആഴത്തിൽ നമുക്ക് ചെറിയ ചെറിയ വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം നോക്കാനും സാധിക്കും. അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പോ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ് that has a two eyepiece lenses. രണ്ട് eyepiece lenses ഉണ്ട്. At present, binocular is generally used to refer to compound or high power microscope. അതിനെ പറയുന്ന മറ്റു പേരുകളാണ്. നമുക്ക് ഇതിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഇതുകൊണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ കാരണം ഒന്നിലധികം ലെൻസ് ഇല്ലേ, അതായത് രണ്ട് ലെൻസ് ഉണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ ഹൈ പവർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, സിംഗിൾ മൈക്രോസ്കോപ്പ് നമ്മള് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ടും ആഴത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, കുറച്ചും കൂടെ പവറിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഹൈ പവർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ടു ഐ പീസസ് വ്യൂ ത്രൂ എ സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസ് കേട്ടോ. രണ്ട് കണ്ണുകളും ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം നോക്കി ആ ഒരു എന്താ പറയുക സ്പെസിമെന്റെ 3D ഇമേജ് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനൊരു എക്യുപ്മെന്റ് ആണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ഓക്കെയാണോ? ഇത്രയും എക്യുപ്മെന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയേ. ഏതൊക്കെയാണെന്ന് പറഞ്ഞ കാർഡിയക് ടേബിള്, EMG, എയർവേ, TFT, അതുപോലെ തന്നെ യൂറോഫ്ലോമീറ്റർ, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. അതുവരെ ഒന്ന് വായിക്കുക. ഓക്കെ, അടുത്തത് പറയാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രിഫ്യൂജ് കേട്ടോ. എന്താണ് സെൻട്രിഫ്യൂജ്? പല തവണ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സെൻട്രിഫ്യൂജ് ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട്. എന്താണ് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a centrifuge is a laboratory instrument that is used to separate fluids, gas or liquid. അതെല്ലാം ചെയ്തിരിക്കുകയാണ്. അത് തന്നെ ഷാനി കറക്റ്റ് ആണ്, ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അതെ, അതായത് നമ്മുടെ ഫ്ലൂയിഡ്, ഗ്യാസ്, ലിക്വിഡ്സ്, ഒരു കാര്യം കൂടിയുണ്ട്, ബേസ്ഡ് ഓൺ ഡെൻസിറ്റി കേട്ടോ. അതിന്റെ സാന്ദ്രത, ഡെൻസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫ്ലൂയിഡ്സ്, ഗ്യാസസ്, ലിക്വിഡ്സ് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഷാനി പറഞ്ഞ പോലെ നമ്മളെ ലാബുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡിന്റെ പരിശോധനയൊക്കെ നടത്തില്ലേ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ്. കാരണം ഈ ബ്ലഡിലെ പ്ലാസ്മ, മറ്റു ബ്ലഡ് സെല്ലുകളെയൊക്കെ വേർതിരിക്കാനും മറ്റുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദ ഡെൻസിറ്റി ആണ് കേട്ടോ. സാന്ദ്രതയെ ബേസ് ചെയ്തുകൊണ്ട്, സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫ്ലൂയിഡ്സ്, ഗ്യാസ്, ലിക്വിഡ്സ് എന്നിവയെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് സെപ്പറേഷൻ ഈസ് അറ്റൈൻഡ് ബൈ സ്പിന്നിങ് എ വെസൽ
that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel. അപ്പൊ ഈ സെൻട്രിഫ്യൂജിന്റെ അകത്തുണ്ടല്ലോ ഇതിനകത്തൊരു സ്പിന്നിങ് വെസൽ ഉണ്ട്. സ്പിന്നിങ് എന്ന് വെച്ചാൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെസൽ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതിങ്ങനെ നല്ല ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വട്ടത്തിലാണല്ലോ, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ സാന്ദ്രത കൂടിയത്, അതായത് കനം കൂടിയ വസ്തുക്കള് താഴേക്കും കനം കുറഞ്ഞ വസ്തുക്കള്, അപ്പൊ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതെന്താന്ന് പറഞ്ഞത് കേട്ടോ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഫോഴ്സ് മൂലം ഓക്കെ ഷാനയിൽ ഇത് കണ്ടിട്ടുണ്ട് അല്ലെ, അതായത് അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സ് മൂലം സാന്ദ്രത കൂടി നമ്മൾ പറഞ്ഞില്ലേ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ കനം കൂടിയിട്ടുള്ള വസ്തുക്കൾ താഴെ പോയി അടിയും, കനം കുറഞ്ഞ വസ്തുക്കൾ പുറത്തോട്ടും. അപ്പൊ അവിടെ ഒരു സെപ്പറേഷൻ നടന്നില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിങ്ങനെ വട്ടത്തിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വസ്തുവിന് സെൻട്രിൽ നിന്ന് പുറത്തോട്ട് തെറിക്കാനുള്ള ഒരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ്. ഇപ്പൊ നമ്മളൊരു കല്ലില്ലേ കുഞ്ഞിതിലൊക്കെ ചെയ്തിട്ടില്ലേ, കല്ലിനെ ഇങ്ങനെ നമ്മൾ നൂറ്റി കെട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വട്ടം കറക്കും അല്ലെ. ഇങ്ങനെ വട്ടം കറക്കുന്ന സമയത്ത് ആ കല്ലിനെ പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഡ്രയറിലൊക്കെ തുണിയൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആവുന്നതൊക്കെ ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതിലേക്ക് നമുക്ക് പോണ്ട, അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നല്ല സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ സ്പിന്നിങ് വെസലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ നല്ല സ്പീഡ് ഹൈ സ്പീഡിലാണ് അത് സ്പിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ വളരെ ഭാരം കൂടിയ വസ്തുക്കൾ താഴത്തോട്ടും ഭാരം കുറഞ്ഞ വസ്തുക്കളിലെ പുറത്തേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞ എന്താണ്, നമ്മുടെ ഫ്ലൂയിഡും ഗ്യാസ് ലിക്വിഡും ഒക്കെ ഡെൻസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലാബിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻട്രിഫ്യൂജ് ആണ്. പ്രധാനമായിട്ടും ബ്ലഡിന്റെ ഒക്കെ പരിശോധനയിലാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയുള്ളൂ സെൻട്രിഫ്യൂജ്. ഇനി അടുത്തതാണ് എന്ത്, മിനി റോട്ടറി ഷേക്കർ. ഓക്കെ, മിനി റോട്ടറി ഷേക്ക് എന്നല്ല ഷേക്കർ എന്നാണ് കേട്ടോ. ഓക്കെ, മിനി റോട്ടറി ഷേക്കർ. നമ്മൾ ഷേക്ക് കുടിക്കാറില്ലേ, ഷേക്ക് എങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നത്, എല്ലാം കൂടി എടുത്ത് ഒറ്റ അടിയാണ് അല്ലെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിക്കുന്നല്ലേ ഷേക്കർ. അതുപോലെ തന്നെ മിനി റോട്ടറി ഷേക്കർ, അതായത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, പ്രത്യേകിച്ച് ദ്രവരൂപത്തിലുള്ളത് കേട്ടോ, ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ, പരസ്പരം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത് കേട്ടോ. It helps to mix fluids in test tubes and glass vessels of different volumes. നമുക്ക് ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബുകളില് അല്ലെങ്കിൽ ഗ്ലാസ് വെസലുകളിലൊക്കെയുള്ള ഈ ഫ്ലൂയിഡുകളും മറ്റുമൊക്കെ പരസ്പരം ഇളക്കുന്നതിന് പരസ്പരം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് എവിടേക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബുകളിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. These shakers find applications in pathology, microbiology, chemistry, molecular biology ലാബുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പാത്തോളജി ലാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ലാബുകളില്, മൈക്രോബയോളജി ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കെമിസ്ട്രി ലാബുകളിലൊക്കെ ഈ ലായനികളൊക്കെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, മോളിക്കുലാർ ബയോളജിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ കെമിക്കൽസും മറ്റ് സൊല്യൂഷൻസുകളും ഒക്കെ ഫ്ലൂയിഡ്സ് ഒക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു എക്യുപ്മെന്റ് ആണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ എക്യുപ്മെന്റ്. അടുത്തതാണ് ട്രെഡ്മിൽ ടെസ്റ്റ് കേട്ടോ. ട്രെഡ്മില് അഥവാ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്, TMT ടെസ്റ്റ് എന്ന് പറയും അല്ലെ, TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്തിനാ ട്രെഡ്മിൽ ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഒരു സ്ട്രെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹാർട്ടിന്റെ ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ആ ഒരു സ്ട്രെസ്, ആ ഒരു സമ്മർദ്ദത്തിനോട് നമ്മളുടെ ഹാർട്ട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഓക്കെ, അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, സംവിധാനമല്ല ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് എന്ത്, ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ TMT ടെസ്റ്റ്. പൊതുവെ ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റ് ഒക്കെ എഴുതി തരാറുണ്ട്, എക്കോ ഒക്കെ എഴുതുള്ളൂ, എക്കോ TMT എന്നൊക്കെ പറഞ്ഞു എഴുതും അല്ലെ. TMT ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നത് അറിയപ്പെടുന്നു കേട്ടോ. അതും നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് that evaluates the heart's capacity to respond to the external stress in a controlled clinical environment കേട്ടോ. അതായത് നമ്മുടെ പുറത്തൊരു എൻവയോൺമെന്റിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു സ്ട്രെസ്സിനോട് നമ്മുടെ ഹാർട്ട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എന്താണെന്നറിയോ? ഈ ട്രെഡ്മിൽ ഉണ്ടല്ലോ, ഈ ട്രെഡ്മില്ലിൽ കൂടെ ഒന്നുകിൽ ഓടിക്കും അല്ലെങ്കിൽ നടത്തിക്കും. ആദ്യം നമ്മൾ നടന്നു തുടങ്ങും, പിന്നെ സ്പീഡ് കൂട്ടി അവസാനം ഓടുന്ന ലെവലിലേക്കാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്. ഓക്കെ, ആ ട്രെഡ്മില്ലിൽ നമ്മൾ ആദ്യം നടത്തിക്കും, പിന്നെ നടത്തിച്ചും ഓടിച്ചൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ആ സ്ട്രെസ് കൊടുക്കുന്നത് അല്ല. ആദ്യം നടക്കും, പിന്നെ അത് സ്പീഡ് കൂട്ടും, കൂട്ടി അവസാനം നമ്മുടെ ഓടുന്ന പരുവത്തിലേക്കാവും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഹാർട്ടിന് ശരിക്കും സ്ട്രെസ് കൊടുക്കുകയാണ്, ഒരു സമ്മർദ്ദം കൊടുക്കുകയാണ്. ആ ഒരു സമ്മർദ്ദത്തിനെ നമ്മുടെ ഹാർട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ECG വഴിയായിട്ട് അവർക്ക് മോണിറ്ററിൽ കാണാനായിട്ട് സാധിക്കും. ട്രെഡ്മില്ലിൽ വെറുതെ നടത്തിക്കല്ലേ, നമ്മുടെ ചെസ്റ്റിൽ ഇലക്ട്രോഡ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓടുന്നു, കുറച്ച് കഴിയുമ്പോൾ നടക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി നമ്മൾ ലാസ്റ്റ് ഓടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു സ്ട്രെസ് പോകുന്നുണ്ട്, സ്ട്രെസ് വരുന്നുണ്ട്. ആ സ്ട്രെസ്സിനോട് നമ്മുടെ ഹാർട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നേരെ ECG വഴി നമ്മുടെ ഡോക്ടർക്ക് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. The stress response is pursued by excite or by drug stimulation. നമ്മൾ ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുന്നത് pursued by excite. Excite means exercise. ഒന്നെങ്കിൽ എക്സസൈസ്, that means നമ്മൾ ഈ ട്രെഡ്മില്ലിൽ കൂടെ ചലിക്കുന്നത് എക്സസൈസ് അല്ലേ. അങ്ങനെ നമുക്ക് സ്ട്രെസ് കൊടുക്കാം. അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റിമുലേഷൻ, മരുന്നുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഹൃദയമിടിപ്പ് കൂട്ടുകയോ ആ രീതിയിൽ ഹാർട്ടിന് സ്ട്രെസ് കൊടുക്കാം. അതിനോട് ഹാർട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ECG വഴി കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് TMT ടെസ്റ്റ് കേട്ടോ. ട്രെഡ്മിൽ ടെസ്റ്റ്, മറ്റു പേരെന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ അല്ലെ. വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും ഗ്ലൂക്കോമീറ്റർ അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്ലൂക്കോമീറ്റർ അല്ലെ. ഗ്ലൂക്കോസ് മീറ്റർ അഥവാ ഗ്ലൂക്കോമീറ്റർ എന്നും പറയും. രണ്ടും ശരിയാണ് കേട്ടോ. ഗ്ലൂക്കോമീറ്റർ എന്നും പറയാം, ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം കേട്ടോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് which is used to determine the proper concentration of glucose in the blood. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. It can also be a piece of glucose paper immersed into a substance and measured to the glucose tank. വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇതിൽ സ്ട്രിപ്പ് ഉണ്ടാവും അല്ലെ. ആ സ്ട്രിപ്പിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ബ്ലഡ് ഡ്രോപ്പ് കൊടുക്കുക അല്ലെ. ബ്ലഡ് ഡ്രോപ്പിൽ ജസ്റ്റ് ആ സ്ട്രിപ്പ് നമ്മൾ നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഗ്ലൂക്കോമീറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അല്ലെ. നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ചേ. ഇപ്പൊ പറഞ്ഞ ആ 2-3 എക്യുപ്മെന്റുകളൊന്ന് വായിച്ചു നോക്കി കിട്ടുന്ന. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇൻഫ്യൂഷൻ പമ്പ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിറിഞ്ച് പമ്പ് പഠിച്ചിട്ട് ഓർമ്മിക്കാത്ത ഞാൻ പറഞ്ഞിരുന്നു. നമ്മളൊരു ഇൻഫ്യൂഷൻ പമ്പിനെ പറ്റി പഠിക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ആളാണ് കേട്ടോ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂസ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാല്? ഇൻഫ്യൂഷൻ പമ്പ് ഇൻജെക്ട് ഫ്ലൂയിഡ്സ് medication of nutrients into a patient circulatory system. അതായത് നമ്മുടെ ഈ ദ്രാവക രൂപത്തിലുള്ള മരുന്നുകള്, മറ്റു പോഷകാഹാരങ്ങള്
ഇതൊക്കെ നമ്മുടെ പേഷ്യന്റിന്റെ ശരീരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ആര്? ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ സിറിഞ്ച് പമ്പ് എന്ന് തോന്നുന്നു അല്ലെ? സിറിഞ്ച് പമ്പിൽ ഞാൻ പറഞ്ഞു വളരെ ചെറിയ അളവിൽ മാത്രമാണ് നമുക്കത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ചും കൂടെ വോളിയത്തിൽ കേട്ടോ, കുറച്ചും കൂടെ വലിയ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ ഫ്ലൂയിഡ്സ്, മറ്റ് മെഡിക്കേഷൻസ്, പോഷകാഹാരങ്ങളൊക്കെ നമുക്ക് പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കൃത്യമായിട്ടുള്ള തോതില് കേട്ടോ, ഒരു കൃത്യമായിട്ടുള്ള തോതില് സമയനിരക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദ്രവരൂപത്തിലുള്ള മരുന്നുകള്, പോഷകാഹാരങ്ങളൊക്കെ പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. സിറിഞ്ച് പമ്പിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമുക്ക് വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇൻഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ? ഇവിടെ കുറച്ചും കൂടെ ഒരു ബൾക്ക്, കുറച്ചും കൂടെ വോളിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫ്യൂസ് ചെയ്യാൻ, ഇൻജെക്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് intravenously, although subcutaneous, arterial and sometimes used for epidural infusion. അപ്പൊ നമുക്ക് പലതരത്തിൽ ഇത് ഇൻഫ്യൂസ് ചെയ്യാം കേട്ടോ. ഇൻഫ്യൂഷൻ നമുക്ക് പല രീതിയിലും ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം മാത്രമാണ് ഇത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം? ഇൻട്രാവെനസ്ലി ഇൻഫ്യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് IV നമ്മൾ കൊടുക്കില്ല, നേരിട്ട് നമ്മൾ വെയിനിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. അതുപോലെ ഓൾസോ സബ്ക്യൂട്ടേനിയസ് മീൻസ് എന്താണ്? അണ്ടർ ദ സ്കിൻ, നമ്മൾ ഈ സ്കിന്നിന്റെ താഴത്തെ ലെയറിലോട്ട് കണക്ട് ചെയ്തിട്ട്, നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള ഒരു ഫാറ്റി ടിഷ്യൂസ് ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ഇൻസുലിൻ ഒക്കെ കുത്തുന്നില്ലേ, ഇൻസുലിൻ ഒക്കെ കുത്തുന്നത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, ഓൾസോ സബ്ക്യൂട്ടേനിയസ്. അതുപോലെ ആർട്ടറിയിലോട്ട് നമുക്ക് കൊടുക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ വെയിനിലോട്ട്, വെയിനിലോട്ട് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ആർട്ടീരിയൽ ആയിട്ട് കൊടുക്കാം. ആർട്ടറി ഉണ്ടല്ലോ, ധമനിയിലോട്ട് നമുക്ക് നേരിട്ട് ഇൻസേർട്ട് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏതെങ്കിലും പ്രത്യേക അവയവങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആർട്ടീരിയൽ ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബ്ലഡിലോട്ടൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ നേരായിട്ട് വെയിനിലേക്കാണ് കണക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗനിലേക്കൊക്കെ കൊടുക്കണമെങ്കിൽ ആർട്ടീരിയൽ ആയിട്ടാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്, ഇൻഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സംടൈംസ് യൂസ്ഡ് ഫോർ ദ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ മീൻസ് എന്താണ്? എപ്പിഡ്യൂറൽ സ്പേസ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ നട്ടിലുണ്ടല്ലോ, നട്ടലിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സിസേറിയനും മറ്റുമൊക്കെ ചെയ്യുന്ന നട്ടലിന് ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല, എപ്പിഡ്യൂറൽ സ്പേസിനകത്തേക്കാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രസവ സമയത്തും ശസ്ത്രക്രിയയുടെ ഒക്കെ സമയത്ത് വേദന കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആണ്. നമ്മുടെ നട്ടലിന്റെ ഭാഗത്താണ് കൊടുക്കുന്നത് അല്ലെ? സിസേറിയനൊക്കെ ചെയ്തവർക്ക് അറിയാൻ പറ്റും അല്ലെ? ആ നട്ടലിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ആണ് കേട്ടോ, എപ്പിഡ്യൂറൽ സ്പേസ് എന്നാണ് പറയാം. ആ രീതിയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. പല രീതിയിൽ ഇൻഫ്യൂസ് ചെയ്യാം. ഇൻഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇൻഫ്യൂഷൻ പമ്പ്. അപ്പൊ ഒന്നുകിൽ നമുക്ക് IV ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യാം, സബ്ക്യൂട്ടേനിയസ്, ദാറ്റ് മീൻസ് അണ്ടർ ദ സ്കിൻ ലെയറിലൂടെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആർട്ടീരിയൽ ആയിട്ട് ആർട്ടറിയിലേക്ക് നേരിട്ട് കൊടുക്കാം, അതുമല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷനും സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. സിറിഞ്ച് പമ്പ് ഇത് തമ്മിൽ വ്യത്യാസം പഠിച്ചു വെക്കുന്നുണ്ട്. അതിൽ ചെറിയ അളവിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ബൾക്ക് വോളിയത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട്, ബൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര അല്ല എങ്കിലും കുറച്ചും കൂടെ വോളിയം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്നുകളും പോഷകാഹാരങ്ങളൊക്കെ ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് പിന്നെ നമുക്കറിയാലോ എക്സ്റേ അല്ലെ? എക്സ്റേ എന്താണ്? എക്സ്റേ ഇസ് എ സ്വിഫ്റ്റ് പെയിൻ ഫ്രീ പ്രൊസീജിയർ അല്ലെ? ദാറ്റ് ഇസ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, എസ്പെഷ്യലി ദ ബോൺസ് അല്ലെ? നമ്മുടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് ബോൺസ് അല്ലെ? ബോൺസ് ആണ്. എല്ലുകളുടെയും മറ്റുമൊക്കെ ഇമേജസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വളരെ പെയിൻ ഫ്രീ ആയിട്ടുള്ള സ്വിഫ്റ്റ്, വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഇമേജിംഗ് മെത്തേഡാണ് ഇത് എക്സ്റേ എന്ന് പറയുന്നത്. അതിന് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അടുത്തതാണ് ഇത് CT സ്കാൻ. അതാണ് CT സ്കാൻ. CTയുടെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. കമ്പ്യൂട്ടർ എന്നല്ല കേട്ടോ, ചിലർ കേൾക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്നാണ്. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ്, PED കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. ഇതൊക്കെ നിങ്ങൾ റേഡിയോളജിയിലൊക്കെ നേരത്തെ പഠിച്ചതാണ്. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ അഥവാ CT സ്കാൻ that utilizes computer processed combinations of many X-ray measurements taken
from the various angles to make the cross-sectional images of the particular areas of a scanned object, permitting the user to observe inside the object without tearing. അല്ലെ? ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ആംഗിൾസിൽ നിന്നുള്ള വിവിധ ആംഗിളുകളിലൂടെ അല്ലെ വിവിധ കോണുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന എക്സ്റേ തന്നെ അല്ലെ എക്സ്റേകള് നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ളതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇമേജിംഗ് മെത്തേഡാണ് CT സ്കാൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, CT എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ആംഗിൾസിൽ നിന്നും ഉള്ള എക്സ്റേസ് അല്ലെ, വിവിധ ആംഗിൾസിലൂടെ നമ്മൾ എക്സ്റേസുകളെ പരസ്പരം നമ്മൾ സംയോജിപ്പിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അതിന്റെ ക്രോസ് സെക്ഷണൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മെത്തേഡാണ്, ആ ഒരു ഇമേജിംഗ് മെത്തേഡാണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എക്സ്റേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എക്സ്റേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു കൂട്ടമായിട്ട് അല്ലെ പല ആംഗിൾസിൽ നിന്നുള്ള എക്സ്റേസ് നമ്മൾ എടുത്ത് അതിനെ നമ്മൾ സംയോജിപ്പിച്ചിട്ട് കുറച്ചും കൂടെ എന്താണ് ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് വെച്ചാൽ സാധാരണ എക്സ്റേ പോലെ അല്ല, കുറേയും കൂടെ വ്യക്തമായിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടും അല്ലെ. ആ ഒരു അവയവങ്ങളുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ വ്യക്തതയുള്ള ഇമേജസ്, ക്രോസ് സെക്ഷണൽ ഇമേജസ് ലഭിക്കുന്നതിന് സഹായിക്കുന്ന സ്കാനാണ് CT സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം വിത്തൗട്ട് ടിയറിംഗ് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ മുറിവൊന്നും ഏൽപ്പിക്കാതെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഹ്യൂമൻ നമ്മുടെ ബോഡി വീക്സ് ആയിട്ടുള്ള എന്താണ് ഓർഗൻസിന്റെ ഒക്കെ ഇമേജസ് നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഏത് റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്? എക്സ്റേസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് എന്ത്? MRI. MRI എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഓക്കെ, ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണെന്നറിയോ? റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ്റേ അല്ല, റേഡിയോ വേവ്സ്. അതാണ് CTയും MRIയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. CTയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളൊരു ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ നമ്മള് ഇമേജസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അതുകൊണ്ട് CTനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ MRI കുറച്ചും കൂടെ സേഫ് ആണ്. എന്നുവെച്ചാൽ CTയിൽ നമ്മൾ എക്സ്റേസ് അല്ല ഉപയോഗിക്കുന്നത്, ഇവിടെ എക്സ്റേ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് CTനെ അപേക്ഷിച്ച് പറയുന്നത് സേഫ് ആണ് കേട്ടോ. Okay, the magnetic resonance imaging makes sure of a large magnet and radio waves to observe organ structures inside the body. Okay, healthcare professionals makes the use of the MRI scans to diagnose various of conditions. നമ്മൾ സാധാരണ MRI സ്കാൻസുകള് എന്തൊക്കെ ഡിറ്റക്ട് ചെയ്യാനും ഡയഗ്നൈസ് ചെയ്യാനൊക്കെ എന്തൊക്കെ കണ്ടീഷൻസുകൾ ഡയഗ്നൈസ് ചെയ്യാനായിട്ടാണ് പൊതുവെ നമ്മൾ MRI സ്കാൻ എടുക്കാറുള്ളത്? നോക്കി ഒന്ന്, the conditions that affect the brain and spinal cord, നമ്മുടെ തലച്ചോറ് അതുപോലെ നട്ടെല്ലിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത്, അതുപോലെ ബോൺസ് ജോയിന്റ് എല്ലുകൾക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ സന്ധികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ, ബ്രസ്റ്റ് അതുപോലെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് കേട്ടോ. ഓക്കെ, നമ്മുടെ ബ്ലഡ് വെസൽസ് ഹാർട്ടിന്റെ ഇതിനൊക്കെ നമ്മൾ MRI ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ബ്രെയിൻ, സ്പൈനൽ കോഡ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്കാനിങ് എന്ന് പറയുന്നത് MRI സ്കാനിങ് ആക്കി. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ 4 കാര്യങ്ങളെ കണ്ടീഷൻസ് ദാറ്റ് അഫക്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബ്രസ്റ്റ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ, നിങ്ങൾ CTയും ഇതും പഠിക്കുമ്പോൾ CTയുടെ ഫുൾ ഫോം കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ്. MRI എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. CTയിൽ നമ്മൾ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്. MRIയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സുമാണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തതാണ് ഓട്ടോക്ലേവ് കേട്ടോ. ഇതാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഒക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? CFFTയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഡിക്കൽ, അത് തന്നെ സ്റ്റീം, സ്റ്റെറിലൈസേഷൻ, അത് തന്നെ നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഹൈ സ്റ്റീം ആണ് ഉപയോഗിക്കുന്നത്. നല്ല ഉയർന്ന താപനിലയിലുള്ള ആ ഒരു സ്റ്റീം അല്ലെ, സ്റ്റീമും പ്രഷറൊക്കെ ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീം ആണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു പ്രഷർ കുക്കർ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. An autoclave is a mechanical device that uses high temperature steam and pressure to destroy the microorganisms such as bacteria, viruses, funguses, and spores on items that are put inside its pressure vessel. അല്ലെ? അതായത് ഇതിനകത്ത് നമ്മൾ ഹൈ സ്റ്റീമും പ്രഷറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് പൂപ്പല് പോലെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. Okay, autoclaves are commonly used as a steam sterilizers in healthcare, laboratory, food and pharmaceutical industries and steam sterilizers. കേട്ടോ, ഓൾറെഡി പറഞ്ഞു ഇതൊരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ്. നമ്മുടെ ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്ത ആളാണ് അത് ഇൻക്യുബേറ്റർ. അടുത്ത ആളാണ് ഒരു ഇൻക്യുബേറ്റർ കേട്ടോ. ഇൻക്യുബേറ്റർ അതിനകത്ത് ഉണ്ണി കിടക്കുന്നുണ്ട്. ഇൻക്യുബേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ന്യൂ ബോൺ ബേബീസിന് അല്ലെ, അവര് പ്രത്യേകിച്ച് നമുക്കറിയാം മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെ, അവർക്ക് അണുബാധ ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. അതെ, കറക്റ്റ് ആണ്. ന്യൂ ബോൺ ബേബീസിന് അല്ലെ. മിക്കവാറും ഇന്നത്തെ എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും വലിയ പ്രശ്നമില്ലെങ്കിൽ ഇൻക്യുബേറ്ററിലൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് മഞ്ഞ നിറോടെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്യുബേറ്ററിൽ കൊണ്ടുവയ്ക്കാറുണ്ട് അല്ലെ. Okay, an infant incubator is a small equipment commonly used in pediatric hospitals. ഇതാണ് ഫാത്തിമ പറയുന്നത് മഞ്ഞപ്പാടെന്ന് പറയാറുണ്ട്. മഞ്ഞപ്പാടെന്ന് പറഞ്ഞ ഇൻക്യുബേറ്ററിൽ കൊണ്ടിട്ട് അങ്ങനെ കിടത്തി കഴിഞ്ഞാൽ അവർക്ക് അത്രയും സുഖമില്ല ഹോസ്പിറ്റലിൽ അല്ലെ. അതിന് പകരമായിട്ടാണ് ഈ അമ്മമാരൊക്കെ മറ്റേ സൂര്യപ്രകാശത്തിലൊക്കെ കൊണ്ട് കാണിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. An infant incubator is a small equipment commonly used in pediatric hospital, birthing centers and neonatal intensive care unitsലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ മാസം തികയായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേറെ അണുബാധ ഏൽക്കാതിരിക്കാനും അതുപോലെ അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു താപനിലയും ഈർപ്പവും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് ഈ പറയുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. ഓക്കെ, possibly the most apparent function of an infant incubator is to safeguard infants during the earliest stages of life. അതെ, ന്യൂബോൺ ബേബീസിന്റെ അവരുടെ ഏർലിയസ്റ്റ് സ്റ്റേജസില് അവരെ അണുബാധകളിൽ നിന്ന് തടയുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള താപനിലയും ഈർപ്പവും എല്ലാം ക്രമീകരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനം ഏതായാലും നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. ഒരു സമാധാനമായിരുന്നു. ഓക്കെ, അടുത്തതാണ് ഇത് മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ അറിയാലോ. വാക്സിനുകള്, മെഡിസിൻസുകള് അല്ലെ, അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇത് അല്ലെ, മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഡിമാൻഡ്സ് ഫോർ ദ സേഫ് വാക്സിൻ സ്റ്റോറേജ് അല്ലെ. അത് തന്നെ കറക്റ്റ് ആണ്. നമ്മളെ വാക്സിനുകള് അതുപോലെ മെഡിസിൻസുകള് മറ്റു ഹോർമോൺസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് റെഫ്രിജറേറ്റർ. അവിടെ പറയുന്നുണ്ട് വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് between 35 degrees Fahrenheit to 46 degrees Fahrenheit. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം ഇത് ചോദിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ റെഫ്രിജറേറ്ററില് മീൻസ് മെഡിക്കൽ റെഫ്രിജറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് ഫാരൻഹീറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരിക്കും സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ഏകദേശം 1.67 ആ റേഞ്ചിനൊക്കെ ഉള്ള അത്രയും ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. ഇപ്പൊ ഫാരൻഹീറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് നോട്ട് ചെയ്യാം കേട്ടോ. 35°F to 46°F റേഞ്ചിലാണ് പൊതുവെ നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ secure ചെയ്തിരിക്കുന്നത് കേട്ടോ. These medical refrigerators will securely store a wide range of medicines, vaccines, etc. കേട്ടോ. ഓക്കെ, അപ്പൊ അത് വളരെ സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ടെമ്പറേച്ചർ റേഞ്ച് ഞാൻ വീണ്ടും പറയാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് എന്ത്, വോക്കർ. വോക്കറൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വോക്കർ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ വോക്കർ നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകള്, ശാരീരിക വൈകല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നടക്കുമ്പോൾ ഒരു താങ്ങ് കൊടുക്കാനായിട്ട് അല്ലെ. എന്താണ് ഷാനി? പഠിച്ചത് 15°. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മള് ഫാർമസിയിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. അത് ഫാർമസിയിൽ നമ്മൾ പഠിച്ചത് ഓരോ മെഡിസിൻസിനനുസരിച്ച് എത്ര റേഞ്ച് കീപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതന്നെ അതന്നെ. അപ്പോ ഇവിടെ വോക്കർ നമുക്ക് നോക്കാം. വോക്കറിൽ പറയുന്നത് എന്താണ്? പ്രായമായിട്ടുള്ള ആളുകള്, ശാരീരിക വൈകല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നടക്കുമ്പോൾ ഒരു താങ്ങ് കൊടുക്കാനായിട്ട് അല്ലെ, സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട്, ഒരു ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് ഇത് വോക്കർ എന്ന് പറയുന്നത് അല്ലെ. ഈ വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഈസ് ആൻ എന്താണ് സംസ്ഥാനം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇത് ഫ്രാക്ചർ വന്നപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, അതന്നെ അതന്നെ. A walker or walking frame is an instrument for elderly and disabled people who require extra support to maintain the balance or stability while they walk. അല്ലെ, അതെ, അവർക്ക് നടക്കുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാനും അവരുടെ ബാലൻസും മറ്റും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ് ആണ് walker എന്ന് പറയുന്നത് കേട്ടോ. അടുത്താണ് ട്രക്കിയോസ്റ്റമി. എന്താണ് ട്രക്കിയോസ്റ്റമി? ട്രക്കി എന്താണെന്ന് നമുക്കറിയാലോ. നല്ല ട്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൻഡ് പൈപ്പ് അല്ലെ, നമ്മുടെ ശ്വാസനാളം അല്ലെ, അതാണ്. ഓക്കെ, എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ? അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. നോക്കാം. This surgical procedure consists of making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഈ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് ചെറിയ ഒരു ഇൻസിഷൻ വഴിയായിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. ഒരു ചെറിയ മുറിവിലൂടെ ശസ്ത്രക്രിയ ചെയ്തിട്ട് നമ്മൾ ആ കഴുത്തിന്റെ മുൻഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ അല്ലെ, ഇൻസിഷൻ ഒരു മുറിവുണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ശ്വാസനാളത്തിലൂടെ ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ഓപ്പണിംഗിലൂടെ നമ്മൾ ട്യൂബ് അങ്ങ് കയറ്റി വിടുകയാണ്. ഇതാണ് എന്ത്, ട്രക്കിയോസ്റ്റമി. എന്തുകൊണ്ട് ഇത് ചെയ്യേണ്ടി വരുന്നതെന്ന് അറിയാമോ? ഇപ്പൊ പ്രത്യേകിച്ച് ഈ വായിലൂടെയും മൂക്കിലൂടെ ഒന്നും ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇപ്പൊ നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നോ അവർക്ക് ശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കഴുത്തിന്റെ മുൻഭാഗത്ത് ചെറിയൊരു ഇൻസിഷനിലൂടെ നമ്മുടെ എയർവേയിലൂടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലൂടെ നമ്മൾ ട്യൂബ് ആക്കി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വായിലൂടെ മൂക്കിലൂടെ അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്വസിക്കാനായിട്ട് സാധിക്കും. ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് കേട്ടോ. ഇത് വായിക്കാം. This surgical procedure consists of making an incision on the anterior means front എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഭാഗം, anterior aspect of the neck and opening a direct airway through an incision in the trachea. ആ ഇൻസിഷനിലൂടെ മുറിവിലൂടെ നമ്മുടെ ട്രക്കിയ, ദാറ്റ് മീൻസ് വിൻഡ് പൈപ്പ്, നമ്മുടെ ശ്വാസനാളത്തിലൂടെ നേരിട്ടൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മുടെ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പോകരുത് കേട്ടോ, ട്രക്കിയോസ്റ്റമി. ഓക്കെ, അതിന്റെ പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും മനസ്സിലായോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ, അത്രയും എക്യുപ്മെന്റ് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചല്ലോ. അടുത്തത് പറയട്ടെ, നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, അടുത്തതാണ് ക്രച്ചസ് കേട്ടോ. ക്രച്ചസ് എല്ലാവർക്കും അറിയാലോ. ക്രച്ചസ് ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? നടക്കാൻ സഹായിക്കുന്ന ഉപകരണം. എങ്ങനെയുള്ളവർക്കാണ്? അതായത് നമ്മള് നമ്മുടെ ശരീരഭാരം നമ്മുടെ കാലുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക്, മീൻസ് നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തോളിലേക്ക് ഒക്കെ മാറ്റിക്കൊണ്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ചില ആൾക്കാരുടെ കാലുകൾക്ക് ആ ശരീരഭാരം താങ്ങാനായിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുകയാണ്, ആ കാലുകളിൽ ആ ശരീരഭാരം താങ്ങാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാലുകളിൽ നിന്നുള്ള ആ ബോഡി വെയിറ്റ് നമ്മുടെ ഷോൾഡറിലേക്ക്, നമ്മുടെ തോളിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണിത് ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കുക, ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് ആണ്. ഓക്കെ, വാക്കിംഗ് എയ്ഡ് ആണ് ദാറ്റ് ഹെൽപ്പ് ടു എൻഹാൻസർ. അപ്പോ ഒരു കാര്യം പറയട്ടെ, വാക്കറും ക്രച്ചസും വ്യത്യാസമുണ്ട് കേട്ടോ. വാക്കർ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? അത് പ്രായമായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ വൈകല്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് നടക്കുന്ന സമയത്ത് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ, ബാലൻസ് ചെയ്യാനും ഒരു താങ്ങ് കൊടുക്കാനൊക്കെ തന്നെയാണ്, താങ്ങ് കൊടുക്കാനാണ് വാക്കർ ഉപയോഗിച്ചത്. ക്രച്ചസിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകളിൽ നിന്ന് ആ ശരീരഭാരത്തിന് നമ്മുടെ തോളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്കോ മാറ്റിക്കൊണ്ട് നടക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് ദാറ്റ് ഹെൽപ്പ് to enhance the signs of an individual's base of support. താങ്ങുന്നതിന് വേണ്ടി തന്നെ സഹായിക്കുന്നതാണ്. Because എന്താണ്? Means crutches carry weight from the legs to the upper body and are many a time used by people who is unable to have their legs to support their weight. From short-term injuries to long-lasting disabilities. അതായത് നമ്മൾ ആ ശരീരത്തിന്റെ ഭാരം കാലുകളിൽ നിന്ന് വരുന്ന ആ ഭാരത്തിന് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഷോൾഡറിലേക്ക് അല്ലെങ്കിൽ ആ കൈകളിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് നടക്കാനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഷോർട്ട് ടേം ആയിട്ട് ലോങ് ടേം ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ പറയുന്ന 3 ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 3ാമത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് 3 ടൈപ്പ് ഉണ്ട്. ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ്. ക്രച്ചസ് പ്രധാനമായിട്ടും 3 ടൈപ്പുകളാണുള്ളത്. ഒന്ന് ആക്സിലാർ ക്രച്ചസ്. അതാണ് ഫസ്റ്റ്. ആക്സിലാർ അല്ല, ആക്സിലറി ട്ടോ. ആക്സിലറി ക്രച്ചിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് നമ്മൾ താങ്ങുന്നത് അല്ലെ. ഓക്കെ, നമ്മുടെ അണ്ടറാം അല്ലെ, അവിടെ വെച്ചിട്ടാണ് നമ്മളത് താങ്ങുന്ന തരത്തിലുള്ള ക്രച്ചസ് ആണ് ആക്സിലറി ക്രച്ചസ്. രണ്ടാമത്തത് നമ്മുടെ എൽബോ. എൽബോ എന്ന് പറയുന്നത് നമ്മുടെ കൈമുട്ടാണ്. അപ്പൊ അവിടെ നമ്മുടെ കൈമുട്ട് വരെയുള്ള ക്രച്ചസ് ആണ് എന്ത്? എൽബോ ക്രച്ചസ്. പക്ഷേ ആക്സിലറി ക്രച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടറാം വരെയുണ്ട് അല്ലെ, ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം വരെ നീണ്ടു നിൽക്കുന്നതാണ് ആക്സിലറി ക്രച്ചസ്. അതൊക്കെ വളരെ തീവ്രമായിട്ട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള കേസുകളിൽ മറ്റും ഉപയോഗിക്കാറുണ്ട്. എൽബോ ക്രച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈമുട്ട് വരെയുള്ള ആ ഒരു ക്രച്ചസ് ആണ് എൽബോ ക്രച്ചസ്. പിന്നെ ഗട്ടർ ക്രച്ചസ്. ഗട്ടർ ക്രച്ചസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ കൈമുട്ട് ഇങ്ങനെ മടക്കി വെക്കാം. നമുക്ക് കൈമുട്ട് ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രച്ചസ് ആണ് ഗട്ടർ ക്രച്ചസ്. എൽബോയില് നമുക്ക് കൈമുട്ട് മടക്കാൻ പറ്റില്ല, കൈമുട്ട് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് നടക്കുന്നത്. ഗട്ടർ ക്രച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കൈമുട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം. നമുക്ക് മടക്കി വെച്ചിട്ട് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഗട്ടർ ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് വേറൊരു പേരും കൂടെ പറയും, പ്ലാറ്റ്ഫോം ക്രച്ചസ് എന്ന് പറയും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കൈമുട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാണ്, സ്ട്രേറ്റ് ഇങ്ങനെ മടക്കി വെക്കാം. അതുകൊണ്ടാണ് അതിന് പ്ലാറ്റ്ഫോം ക്രച്ചസ് എന്ന് പറയാറുണ്ട് കേട്ടോ, അഥവാ ഗട്ടർ ക്രച്ചസ് കേട്ടോ. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്രച്ചസ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ വരാറുണ്ട് കേട്ടോ. 3 ടൈപ്പാണ് ആക്സിലറി ക്രച്ചസ്, എൽബോ ക്രച്ചസ്, അതുപോലെ തന്നെ ഗട്ടർ ക്രച്ചസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയാക് മോണിറ്റർ. ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ? കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഹൃദയത്തിന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശ്വാസകോശത്തിന്റെ വരുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. The cardiac monitor is an equipment that exhibits the electrical and the pressure waveforms of the cardiovascular system for the measurement
ആൻഡ് ട്രീറ്റ്മെന്റ്. വേറൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോംസ്. ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ECG, അതുപോലെ പ്രഷർ വേവ് ഫോംസ് എന്ന് പറയുമ്പോൾ രക്തസമ്മർദ്ദം ഉദ്ദേശിക്കുന്നത്, BP കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നതും ലൈവായിട്ട് കേട്ടോ, റെക്കോർഡ് ചെയ്യല്ല, ലൈവായിട്ട് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയക് മോണിറ്റർ. അതുപോലെ പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റഡ്. അതുപോലെ നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള പാരാമീറ്റേഴ്സുകളും നമുക്ക് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഹാർട്ടിന്റെ മാത്രമല്ലാണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ശ്വസന സംബന്ധമായിട്ടുള്ള പാരാമീറ്റേഴ്സുകളും നമുക്ക് ഇതുവഴി കാൽക്കുലേറ്റ് മീൻസ് ഒബ്സർവ് ചെയ്ത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. It is most commonly used in emergency rooms and critical care areas. കേട്ടോ. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കാർഡിയക് മോണിറ്റേഴ്സ് എവിടെ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? എമർജൻസി റൂമുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ICU എന്തായാലും ഉണ്ടാവും. ICU അതുപോലെ തന്നെ എമർജൻസി റൂമുകളിലൊക്കെയാണ് കാർഡിയക് മോണിറ്റർ ഉപയോഗപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, അതുപോലെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആൻഡ് അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ ഒബ്സർവ്, അവർക്ക് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണല്ലോ, അപ്പൊ അവരെ ഒബ്സർവ് ചെയ്യാനും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഡയാലിസിസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും മറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാർഡിയാക് മോണിറ്ററിലൂടെ നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല കേട്ടോ, ശ്വാസകോശ ശ്വസന സംബന്ധമായിട്ടുള്ള പാരാമീറ്റേഴ്സുകൾ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിരന്തരമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് കാർഡിയാക് മോണിറ്ററിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? എവിടെ ഉപയോഗിക്കുന്നത്? എമർജൻസി റൂമുകളിലും ICUയിലുമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ എക്യുപ്മെന്റ്, 43ാമത്തെ നമ്മുടെ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ ആണ് കേട്ടോ. ഇതാണ് ട്രാക്ഷൻ. എന്താണ് ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാം, അതായത് നമ്മള് ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മള് എന്താ പറയാ, കൃത്യമായിട്ട് ഒരു ബലം കൊടുത്തിട്ട് വലിച്ചു നീട്ടുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ട്രാക്ഷൻ. കോമൺ ആയിട്ട് അതിനെയാണ് ട്രാക്ഷൻ എന്ന വാക്ക് അതിനെ ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ബലം കൊടുത്തിട്ട് നമ്മൾ ഈ വലിച്ചു നീട്ടുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതി, അതാണ് ട്രാക്ഷൻ. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, സാധാരണ നമ്മള് എല്ലുകളെ പൊടിയില് ബോൺസ് ഒക്കെ ഫ്രാക്ചർ ആകുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് പേശികളിലെ വേദനകൾ, മസിൽ പെയിൻ, മസിൽ ഡിസ്ട്രസ് ഒക്കെ വരുമ്പോ അതൊക്കെ ചികിത്സിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ട്രാക്ഷൻ ഇസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് ആണ് ടു സ്ട്രെയിറ്റൻ ബ്രോക്കൺ ബോൺസ് ഓർ റിലീവ് ദ പ്രഷർ ഓൺ ദ സ്പൈനൽ ബോൺസ്. ലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ഒടിഞ്ഞു പോയിട്ടുള്ള എല്ലുകള് എല്ലുകള് നേരെയാക്കാനും, അതുപോലെ നമ്മുടെ സ്പൈൻ ബോൺസുകളിലൊക്കെയുള്ള ആ ഒരു പെയിൻ, ആ ഒരു പ്രഷർ കുറയ്ക്കുന്നതിനും, ആ വേദന കുറയ്ക്കാനും, ആ ഒരു പ്രഷറും മറ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മെക്കാനിസംസിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാക്ഷൻ എന്നാണ് അതിന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളൊരു ബലം കൊടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് വലിച്ചു നീട്ടുകയാണ് അല്ലെ, ഇതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. പിക്ചറിൽ കാണാം. ദീസ് ആർ മെയിൻലി 2 types ഓഫ് ട്രാക്ഷൻ. ട്രാക്ഷൻ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സ്കിൻ ട്രാക്ഷൻ, 2 സ്കെൽറ്റൽ ട്രാക്ഷൻ. 2 ട്രാക്ഷൻസ് ആണ് കേട്ടോ. ഒന്ന് സ്കിൻ ട്രാക്ഷൻ, 2 സ്കെൽറ്റൽ ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് വരില്ലേ, മീൻസ് ഫ്രാക്ചർ ഒക്കെ വരുമ്പോ നമ്മള് വെക്കാൻ ഫ്ലിന്റ് ഒക്കെ ഇടാറില്ലേ, കയ്യില് ഫ്ലിന്റ് ഇടാറുണ്ട്, കഴുത്തുമ്പോ കൂടെയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്, അതാണ് സ്കിൻ ട്രാക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ സ്കിന്നിലെ നമ്മള് ടേപ്പുകള്, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സ്ട്രാപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ബലം നൽകുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ. വേറെ നമ്മള് സ്കിന്നോ മുറിവൊന്നും ഉണ്ടാക്കിയൊന്നും ഉള്ളിലേക്കൊന്നും ഇടുന്നില്ല, കയ്യൊക്കെ ഒടിയുമ്പോൾ നമ്മൾ ഫ്ലിന്റ് ഒക്കെ ഇടുന്ന രീതിയാണ്. സ്കിന്നിലാണ് അത് അപ്ലൈ കൊടുക്കുന്നത്. സ്കിന്നിന് നമ്മള് ടേപ്പുകള്, സ്ട്രാപ്പുകള് മറ്റും ഉപയോഗിച്ച് ബലം നൽകി ചികിത്സ കൊടുക്കുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ.
സ്കെൽറ്റൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര മേജർ ഫ്രാക്ചർ ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ഷമി പറഞ്ഞ മണ്ണ് കെട്ടി വെക്കുന്നത് മണ്ണല്ല, നമ്മൾ സാധാരണ ഫ്രാക്ചർ വരുമ്പോ ചെയ്യാറില്ലേ, കയ്യില് നമ്മള് കാലിലൊക്കെ ഫ്രാക്ചർ വരുമ്പോൾ നമ്മള് തിരിക്കാറില്ലേ, അത് തന്നെയാണ് സ്കിൻ ഫ്രാക്ഷൻ. അവിടെ നമ്മള് ടേപ്പ് ഫ്ലിറ്റ് ഒക്കെ ഇടില്ലേ, ഫ്ലിറ്റ് ഒക്കെ ഇടാൻ പറ്റും, നമ്മള് ടേപ്പ് സ്ട്രാപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ബലം കൊടുക്കുന്ന രീതിയാണ്. സ്കെൽറ്റൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ മേജർ ഫ്രാക്ചർ ഒക്കെ വരുന്നത്, അതായത് ഉള്ളിലൊക്കെ എല്ലൊക്കെ ഇങ്ങനെ ഒടിയുന്ന സമയത്ത് ഉള്ളില് നമ്മൾ പിന്നുകള് സ്ക്രൂകളൊക്കെ വെച്ച് ചെയ്യുന്ന രീതിയാണ് സ്കെൽറ്റൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലുകളിലോട്ടാണ് നേരിട്ട് കൊടുക്കുന്നത്. സ്കെൽറ്റൽ എന്ന് പറയുന്നത് സ്കെൽറ്റലിലോട്ട് എല്ലുകളിലേക്കാണ് നമ്മൾ ആ ബലം കൊടുക്കുന്നത്. സ്കിൻ എന്ന് പറയുമ്പോൾ സ്കിന്നിലോട്ടാണ് ബലം കൊടുക്കുന്നത്. സ്കിന്നിൽ നമ്മൾ മറ്റേ എന്താണ് ബെൽറ്റ്, സ്ട്രാപ്പ്, ഓക്കെ, ടേപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് സ്കിന്നിലോട്ട് ബലം കൊടുത്തുകൊണ്ട് എല്ലുകളെ നേരെയാക്കുന്നതാണ് സ്കിൻ ഫ്രാക്ഷൻ. സ്കെൽറ്റൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ എല്ലുകളിലേക്ക് നേരിട്ട് പിന്നുകള്, സ്ക്രൂകള്, ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഇട്ട് നമ്മൾ ഈ എന്താ പറയാ വെയിറ്റ്സ്, തൂക്കക്കട്ടകളൊക്കെ ഉപയോഗിച്ച് ബലം കൊടുക്കുന്ന ഒരു രീതിയാണ് സ്കെൽറ്റൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് രീതിയിലുള്ള ഫ്രാക്ഷൻ ഉണ്ട്. Okay, they are utilized in orthopedic medicine. Orthopedic fraction they are utilized in orthopedic medicine. Orthopedic medicine orthopedic medicine അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്. 43 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും വളരെ എളുപ്പമുണ്ട് കേട്ടോ. ഓരോ എക്യുപ്മെന്റുകൾ മനസ്സിലാക്കാം, തെറ്റാനുള്ള യാതൊരു ചാൻസും ഇല്ല. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ്, അതൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ ECG, ഹോൾട്ടർ മോണിറ്റർ, കാർഡിയാക് മോണിറ്റർ, ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ECG എന്ന് പറയുമ്പോൾ ഏതാനും സെക്കൻഡുകളിൽ മാത്രമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നത്. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകത എന്താ, 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ ലൈവായിട്ടാണ് അല്ലെ, ലൈവായിട്ട് നമ്മൾ ഹാർട്ടിന്റെയോ ശ്വസന സംബന്ധമായ പാരാമീറ്റേഴ്സും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഹരിതയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ, അപ്പോഴെനിക്ക് 2 ഡൗട്ട് ഉണ്ടായിരുന്നു. 21 മൊത്തം എടുത്തില്ലായിരുന്നോ? എന്താണ് കഴിഞ്ഞ ദിവസം ഹരിത ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ? ഓക്കെ, എന്താണ് പോയോ? ഹരിത പോയോ? അപ്പൊ നമുക്ക് ഒരു കാര്യം, ഇനിയിപ്പോ നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ എനിക്ക് എടുക്കാം. പറഞ്ഞു. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ നെറ്റ് ക്ലാസ് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 2 ഡൗട്ട് ഉണ്ട്, അത് പറഞ്ഞുതരാമോ മാം? അതിനകത്ത് എനിക്ക് ക്രാഷ് കോർട്ടില്ലേ, ക്രാഷ് കാർട്ട് 15ാമത്തെ ക്രാഷ് കാർട്ട്, അതും പിന്നെ ഈ ഫ്ലോ മീറ്ററും പറയാമോ ഒന്ന്? അത് രണ്ടും കാരണം കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു, നെറ്റ് ക്ലാസ് മനസ്സിലായില്ല. ഫ്ലോമീറ്റർ തരാം കേട്ടോ. 12. ഓക്കെ, മനസ്സിലായി. ഫ്ലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഡിവൈസ് കൺട്രോൾസ് ആൻഡ് ഗേജസ് ദ ഫ്ലോ. അതായത് നമ്മള് ഈ ദ്രാവകങ്ങളുടെ പാദങ്ങളുടെ ഒക്കെ ഫ്ലോ ഉണ്ടല്ലോ, ഒഴുക്കിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലോമീറ്റർ. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു എക്യുപ്മെന്റ് കാണാൻ പറ്റും. ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഓക്സിജൻ സിലിണ്ടറിനോടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ആ സിലിണ്ടറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും, ഫ്ലോമീറ്റർ. അതായത് ഈ സിലിണ്ടറിൽ നിന്ന് വരുന്ന വാതകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട്, അതിന്റെ ഫ്ലോ, ഓക്കെ, അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്, ഫ്ലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഈ സിലിണ്ടറിൽ വരുന്ന ഗ്യാസിന് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് വേണം
ഒരു പ്രത്യേക കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ എന്ത് ചെയ്യാനായിട്ട് ഈ ഗ്യാസ് ഒക്കെ നമ്മുടെ മെഡിക്കൽ ഗ്യാസുകള് പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട്. അപ്പൊ സാധാരണ ഇത് അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ കൂടെ കാണാറുണ്ട് കേട്ടോ. ഇറ്റ് ഇസ് എ ഫ്ലോ മീറ്റർ ദാറ്റ് gases by speed of flow based on their viscosity and density. അതായത് ഒന്ന് വിസ്കോസിറ്റി ഡെൻസിറ്റിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു വിസ്കോസിറ്റി മീൻസ് നമ്മൾ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന വിസ്കോസിറ്റി പിന്നെ ഡെൻസിറ്റി സാന്ദ്രത അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകണ്ട, ആ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങളുടെയും മറ്റ് ഫ്ലൂയിഡ്സുകളുടെ ഒക്കെ ഒഴുക്ക് അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനും അതിനെ അളക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ കേട്ടോ. ഇത് സാധാരണ കാണാൻ പറ്റും നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ മിക്കവാറും സിലിണ്ടറുകളുടെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു എക്യുപ്മെന്റ് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേട്ടോ. ഇതിലേക്ക് മനസ്സിലായല്ലോ. പിന്നെ 15ാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? ക്രാഷ് കാർട്ട്. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞൊരു ട്രോളിയാണ്. ട്രോളീസ് പഠിച്ചില്ലേ? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രോളി. അതിന് വരുന്ന ഒരു ട്രോളിയാണ് ഇത് ക്രാഷ് കാർട്ട്. ഓക്കെ, അപ്പൊ പേര് പോലെ തന്നെ ക്രാഷ് എന്നൊക്കെ പറയുന്നത്, ക്രാഷ് ആവാന്നൊക്കെ പറയുന്നത് എന്താണ്? ഭയങ്കര അപകട സമയം, എമർജൻസി ഒക്കെയുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ. അതായത് എമർജൻസി സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് എമർജൻസി സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കേസുകളാണ്, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന കേസുകൾ, ഹൃദയ സംബന്ധമായിട്ടൊക്കെ എമർജൻസി ഒക്കെ വരുന്ന കേസുകളില് ഈ പറയുന്ന ഉപകരണം, മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രോളിയാണ് ശരിക്കും ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് മാക്സ് കാർട്ട്, കോഡ് കാർട്ട് അങ്ങനെയൊക്കെ പേരുകളിൽ അത് പറയാറുണ്ട് കേട്ടോ. 3 പേരുകളുണ്ട്. ക്രാഷ് കാർട്ട് എന്ന് പറയാം, കോഡ് കാർട്ട് എന്ന് പറയാം, അതുപോലെ തന്നെ മാക്സ് കാർട്ട് എന്നൊക്കെ അതിനെ പറയാം കേട്ടോ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ട്രേസ് ഓർ ഡ്രോയേഴ്സ് ഷെൽഫ്സ് ഓൺ വീൽസ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പെൻസ്. എമർജൻസി മരുന്നുകള്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിയാക് മോണിറ്റർ, ഡീഫിബ്രിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിൽ ധാരാളം ട്രേകളും ഡ്രോയറുകളൊക്കെ നമുക്ക് കാണാം. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഉപകരണങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് എന്ത് ക്രാഷ് കാർട്ട്. ഇപ്പൊ മനസ്സിലായോ ഹരിതയ്ക്ക്? ഓക്കെ ആണോ? ഇതില്ലേ 21ാമത്തെ 21 ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് 24 to 48 hours തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ അത് ചെറിയ ഡിവൈസ് ആയിരിക്കും അല്ലെ. അതെ, അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് മെഷർ ചെയ്യുന്ന ECG രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയല്ല. അപ്പൊ ഇവിടെ ഒരു റെക്കോർഡർ കാണും. ഇത് നമുക്ക് പോർട്ടബിൾ ആണ്, എന്നുവെച്ചാൽ നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. നമുക്ക് ബെൽറ്റിലൊക്കെ തൂക്കിട, പോക്കറ്റിലൊക്കെ വെക്കാം. ഇലക്ട്രോഡ്സ് ചെസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ഇതിൽ റെക്കോർഡ് ആവുന്നുണ്ട്. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ 24 to 48 hours കഴിയുമ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇതിലെല്ലാ സിഗ്നൽസും കാര്യങ്ങളും റെക്കോർഡ് ആയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞോ മാം. ഇതെന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക? എന്തിന്റെ ഒരു പിക്ചർ തന്നിട്ട് അതെന്താന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? പിക്ചർ തന്നിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഡാഷ് ഷീറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചോദിക്കുക. പിക്ചർ അങ്ങനെ തന്നെ കേട്ടാ. പിക്ചർ തന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറില്. സാധാരണ ഇപ്പൊ ഡാഷ് ഷീറ്റ്സ് പോർട്ടബിൾ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്ററി അങ്ങനെയൊക്കെ രീതിയിലാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ, ആ രീതിയിൽ. അതുപോലെ ഡാഷ് എന്താണ് measures the electrical function in response to an stimulation of the muscle. ആ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഡയറക്റ്റ് ആണ് വരിക, പിക്ചർ തന്നിട്ടാണ് കേട്ടോ. ഇനി അങ്ങനെ വന്നുകൂടാന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ വരില്ലാന്ന് വെച്ചിരിക്കേണ്ട, പറയാൻ പറ്റില്ല. ചിലപ്പോ പിക്ചറും തരാം കേട്ടോ. പിക്ചർ തന്നെ നിങ്ങളോട് ചോദിക്കാം. പക്ഷെ പിക്ചറൊക്കെ തന്നെ നിങ്ങൾക്ക് എളുപ്പമല്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാനോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ച് കറക്റ്റ് സമയത്തിന് തീരുന്നത്. ഓക്കെ, ഇപ്പൊ ഹരിതയുടെ സംശയങ്ങൾ വന്നപ്പോ കറക്റ്റ് ടൈം ആയി. ഇപ്പൊ ശ്വാസം കഴിച്ചേ.
അതെ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്കത് വെറുതെ തുടങ്ങാം കേട്ടോ. അതും ഈ പറഞ്ഞോണ്ട് തുടക്കം കുറച്ച് സ്ലോയിലേ പോകുള്ളൂ. പിന്നെ നമുക്ക് അവസാനിപ്പിക്കാന്നാ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ശരി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.